ലക്ഷ്മി പത്മ വല്ലാത്തൊരു ക്രൂരതയാണ് പരാതിക്കാരിയോട് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി പത്മക്കെതിരെ സൈബർ ഇടങ്ങളിൽ അന്തം കമ്മി അടിമകളുടെ സൈബർ ആക്രമണങ്ങളും തെറിവിളികളും ഉയർന്നിരിക്കുന്നു. കാരണമെന്ന് പറഞ്ഞത് സ്വയം കുഴിച്ച കുഴിയിൽ ലക്ഷ്മി പത്മ വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വയം കുഴിച്ച കുഴി എന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ 24-ൽ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാഷ്മി വലിയ പൊട്ടനാണെന്നും ഹാഷ്മിക്ക് കാര്യങ്ങൾ അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മ ചില സ്ക്രീൻഷോട്ടുകൾ, അതായത് ഈ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് പണം അയച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ ചില സമ്മാനങ്ങൾ നൽകിയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്, ലക്ഷ്മി പത്മ പങ്കുവച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഒരു തവണ 2500 രൂപ ട്രാൻസ്ഫർ ആക്കിയതിൻ്റെയാണ്. അത് October 7, 2024 മറ്റൊന്ന് ഒരു 7500 രൂപ 7500 റുപ്പീസ്, അതും October 7, 2025 അപ്പോൾ അത് പുറത്തുവിട്ടതിന് താഴെ ഒരു 10,000 റുപ്പീസ് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന April 14, 2024 April 14. ആ ഏപ്രിൽ എന്ന് പറയുന്ന ഭാഗം ലക്ഷ്മി പത്മ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതവിടെ മഷി ഉപയോഗിച്ച് അത് വ്യക്തമാകാത്ത രീതിയിൽ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതേ April 8 ആദ്യ കൂടിക്കാഴ്ച നടന്നതും, അന്നാണ് തന്നെ 3 മണിക്കൂറോളം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതും, അന്നാണ് താൻ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറഞ്ഞതും, അന്നാണ് ക്രൂരമായ മർദ്ദനം നടന്നു എന്ന് പറഞ്ഞതും, അന്നാണ് മുഖത്ത് തുപ്പി എന്ന് പറഞ്ഞതും ഒക്കെ April 8 എന്ന് പറഞ്ഞാൽ April 8 ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു എന്ന് പരാതിക്കാരി പരാതിയിൽ പറയുന്ന അതേ മാസം 14 ആ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് 10,000 രൂപ അയച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് വിനയാകുമെന്ന് കണ്ട ലക്ഷ്മി പത്മ ആ മാസം October 7 എന്നുള്ളത് അയച്ചില്ല, October 7 എന്നുള്ളത് ഡിലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ബ്ലർ ചെയ്തില്ല. അതിന് പകരം ഈ പറയുന്ന ഒരു മാസം ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ആ മാസമാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ആ മാസം തന്നെയാണ്. ആ മാസം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു, 8 പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു, 14 പണം അയക്കുന്നു. ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പാണ് ഈ പണം അയച്ചിരിക്കുന്നത്. അവിടെ ഈ പീഡനം, ബലാത്സംഗം, ക്രൂരത, മർദ്ദനം, മുഖത്ത് തുപ്പല് എന്നൊക്കെ പറയുന്നത് പൊളിഞ്ഞു വീഴുകയാ. സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും ചോദിക്കും. ഈ പരാതി വന്നപ്പോഴേ നമ്മളെല്ലാവരും ചോദിച്ചു, ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ എന്തിന് ഗിഫ്റ്റുകൾ സമ്മാനം നൽകി, വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ നൽകി, എന്തിന് ഫ്ലാറ്റ് വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയെന്ന്. ഈ ഫ്ലാറ്റ് വാങ്ങുന്നതിൻ്റെയും സമ്മാനങ്ങൾ നൽകിയതിൻ്റെയും യഥാർത്ഥ വശം എന്താണെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം എന്തു പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കി തന്നു. അപ്പം അന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചൊരു ചോദ്യമുണ്ട്, താൻ എവിടെയെങ്കിലും 1 രൂപയുടെ, ഒരുപാട് വേണ്ട, 1 രൂപയുടെ സഹായം ചോദിച്ചതായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്ന്. അപ്പോഴാണ് ലക്ഷ്മി പത്മ ഈ സ്ക്രീൻഷോട്ടുകൾ രാഹുലിനെ വെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത് പുറത്തു വിടുന്നത്. ഇതിപ്പോൾ രാഹുലിനെ വെട്ടാനല്ല, രാഹുലിന് ക്ലീൻ ചീട്ടല്ല, ക്ലീൻ ചാറ്റാണ് ലക്ഷ്മി പത്മ പുറത്തു വിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടം ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടം ആരെയും സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടില്ല, രാഹുൽ മാങ്കൂട്ടം ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ തെളിവുകൾ ലക്ഷ്മി പത്മ പുറത്തുവിടുന്നു. ഈ തെളിവുകൾ പുറത്തു വിടേണ്ടിയിരുന്ന ആള് രാഹുൽ മാങ്കൂട്ടമായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദങ്ങൾ ഉന്നയിക്കുന്നവരായിരുന്നു ഈ തെളിവുകൾ പുറത്തു വിടേണ്ടത്. പകരം അതിജീവിതയോടൊപ്പമാണ്, പരാതിക്കാരിയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മയാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്, രാഹുൽ മാങ്കൂട്ടവും ലക്ഷ്മി പത്മയുമായി കണക്റ്റ് ആവുന്നത്. എന്താണ് ചർച്ച? ലക്ഷ്മി പത്മക്ക് ഒരു കണ്ണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ആ കണ്ണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുകളിൽ ഉണ്ടായപ്പോൾ
ലക്ഷ്മി പത്മക്ക് അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഈ ശത്രുത മൊത്തം തുടങ്ങുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നടന്നു എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലേ? അപ്പൊ ലക്ഷ്മി പത്മ ഈ പുറത്തു വിട്ട സ്ക്രീൻഷോട്ടുകൾ, ലക്ഷ്മി പത്മ തന്നെ മായച്ചു കളഞ്ഞ മാസം, ലക്ഷ്മി തന്നെ ബ്ലർ ചെയ്യാൻ ശ്രമിച്ച ആ മാസം തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ആ പീഡനം കഴിഞ്ഞ്, ബലാത്സംഗം കഴിഞ്ഞ്, ക്രൂരമായ മർദ്ദനവും ആക്രമണവും കഴിഞ്ഞ് 6 ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പ് പീഡിപ്പിച്ചയാൾക്ക് അങ്ങോട്ട് പണം അയക്കുന്നു. വാ 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 അരെ വാ. ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇവിടെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് അന്തം കമ്മി സൈബർ അടിമകള് വലിയ ആക്രമണം ആർക്ക് നേരെ? ലക്ഷ്മി പത്മക്ക് നേരെ. എന്താ അവർ പറയുന്നത്? ലക്ഷ്മി പത്മ ഇത്രയും ദിവസം പണിയെടുത്തതൊക്കെ വെറുതെയാക്കി, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു, എല്ലാം തകർത്ത് കളഞ്ഞു എന്നാണ് ലക്ഷ്മി പത്മക്കെതിരെ ഉയരുന്ന ആരോപണം. അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ തെളിവുകൾ പുറത്തു വിട്ടാൽ, ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടാനാണ് തെളിവുകളൊക്കെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വിട്ടതെങ്കിലും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന സ്ക്രീൻഷോട്ടുകളാവുകയാണ്. ഇപ്പോൾ ഇതുകൂടി പുറത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി ചോദ്യം ചോദിക്കുകയാണ്, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ ക്രൂരത, എവിടെ മർദ്ദനം? സ്വാഭാവികമല്ലേ ഇത്രമാത്രം? അത് 3 മണിക്കൂർ ക്രൂരമായ അക്രമം, ക്രൂരമായ പീഡനം, ക്രൂരമായ ബലാത്സംഗം, ലൈംഗിക വൈകൃതം ഒക്കെ നടത്തിയ വ്യക്തിക്ക് 6 ദിവസത്തിനുള്ളിൽ 10,000 രൂപ അങ്ങോട്ട്. എന്തിനാണാവോ? പീഡിപ്പിച്ചതിനോ? എന്തിനാണാവോ ബലാത്സംഗം ചെയ്തതിനോ? എന്തിനാണാവോ ക്രൂരമായി മർദ്ദിച്ചതിനോ? എന്തിനാണാവോ മുഖത്ത് തുപ്പിയതിനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മളെ ഒരു വാക്കുകൊണ്ടൊരാൾ നോവിച്ചാൽ ആ വ്യക്തി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ പോലും 10 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുവോ? ഇതൊരു ആവശ്യപ്പെടാതെയോ പെട്ടിട്ടോ 10,000 രൂപ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുന്നു. അതിനുള്ള തെളിവുകളും ആര് ഹാജരാക്കുന്നു? കൊടുത്ത ആള് ഹാജരാക്കുന്നു. ആ കൊടുത്ത ആളാരാ? രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച വ്യക്തി, രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്ത വ്യക്തി. അരവാ. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ ഒരു ന്യായം? ഇതിലെന്താണ് ഒരു ന്യായമുള്ളത്? അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ലക്ഷ്മി പത്മ അടക്കമുള്ളവർ നടത്തുന്ന ഗൂഢാലോചനകൾ പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ലക്ഷ്മി പത്മയാണെങ്കിൽ ഇത് പുറത്തു വിടാൻ വിട്ടും ചെയ്ത്, ഇനിയാണെങ്കിൽ ഇത് പിൻവലിക്കാനും പറ്റില്ല. കാരണം അപ്പോഴേക്കും ജനങ്ങളതൊക്കെ എടുത്ത് സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് അടക്കം എവ്രിതിങ് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. ലക്ഷ്മി പത്മ, എനിക്ക് തോന്നുന്നു ലക്ഷ്മി പത്മ ഇതിൽ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ലക്ഷ്മി പത്മക്കുണ്ട്, ഇല്ലേ? ലക്ഷ്മി പത്മക്ക് ഞാൻ അതിജീവിതയോടൊപ്പമാണ്, അല്ലെങ്കിൽ പരാതിക്കാരിയോടൊപ്പമാണ്, ഞാൻ സ്ത്രീപക്ഷമാണ് എന്നൊക്കെ പറയുന്ന ലക്ഷ്മി പത്മയുടെ ഉള്ള് രാഹുലിനൊപ്പമാണ് എന്ന് തോന്നുന്നു. കാരണം തൻ്റെ കാമുകൻ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി പത്മ തന്നെ തുനിഞ്ഞിറങ്ങിയതാണോ എന്നൊരു സംശയം കൂടി എൻ്റെ മനസ്സിൽ വരികയാണ്, അല്ലേ? തൻ്റെ കാമുകൻ വേട്ടയാടപ്പെടുകയാ, നിരന്തരമായ വേട്ട, 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു തൻ്റെ കാമുകനെ. ആ കാമുകനെ രക്ഷിക്കാൻ കാമുകി തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. അതൊരു നല്ല ഐഡിയ ആണ്. എന്ത്? താൻ കാമുകനോടൊപ്പമല്ല, താൻ ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് കാമുകനെ രക്ഷിക്കാനുള്ള പണിയെടുക്കുക. അത് തന്നെയാണ് ഇപ്പോൾ അന്തംകമ്മി അടിമകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൂടെ നിന്ന് കുതികാല് വെട്ടുന്ന പരിപാടി ലക്ഷ്മി പത്മ ഇവിടെ നിർത്തണം എന്നാണ് ഇപ്പോൾ അന്തംകമ്മി അടിമകളുടെ ആവശ്യം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ന്യായമായ ആവശ്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പീഡനകാരാക്കി, ഒരു ബലാത്സംഗ വീരനാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ അവസാനം അവർ കൊണ്ടു നടന്ന ആയുധം ആണല്ലോ ലക്ഷ്മി പത്മ. ഇവരുടെ ആയുധമായിരുന്നു, സഖാക്കളുടെ ആയുധമായിരുന്നു. പക്ഷേ ആ ആയുധം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു ഗതികേടിലല്ലേ ഉള്ളത്. ഹാഷ്മി വലിയ പൊട്ടനാണ്, മണ്ടനാണ്, അയാൾക്ക് വിവരമില്ല, അയാൾ പണം വാങ്ങിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി പത്മ ഇത് പുറത്തേക്ക് വിട്ടപ്പോൾ അയ്യോ രാഹുൽ മാങ്കൂട്ടം പേടിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോട്? ലക്ഷ്മി പത്മയോട്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ആരാ പേടിച്ചിരിക്കുന്നത്? അന്തംകമ്മി അടിമകള്, സൈബർ വെട്ടുകിളികൾ ആകെ പെട്ടിരിക്കുകയാ. ഒരു വിധത്തിലും ഇതിനൊരു ന്യായീകരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ലക്ഷ്മി പത്മയാണെങ്കിൽ ഇനിയിപ്പോൾ ആ മാസം ബ്ലർ ചെയ്യാതെ
അത് എറേസ് ചെയ്യാതെ ആണ് പുറത്തേക്ക് വിട്ടിരുന്നതെങ്കിൽ ഇത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. ആ 2 മാസങ്ങൾ ബ്ലർ ചെയ്യാതെ അത് ക്ലിയർ ഔട്ടായിട്ട് October 7 എന്ന് നമുക്ക് കാണുന്ന രീതിയിൽ പുറത്തേക്ക് വിട്ടു. എന്നാൽ ഈ 3ാമത്തെ സ്ക്രീൻഷോട്ടിൽ, അതായത് 10,000 രൂപ അയച്ചിരിക്കുന്ന ആ ഭാഗത്ത് മാസം ബ്ലർ ചെയ്തു. അവിടെയാണ് ലക്ഷ്മി പത്മക്ക് തെറ്റുപറ്റിയത്, പിഴവ് പറ്റിയത്. ആ ബ്ലർ ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ജനം ചിന്തിക്കാൻ തുടങ്ങി. അത് കണ്ടുപിടിച്ചു, അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പരാതിയിൽ പറയുന്ന താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന 2024 അതേ മാസം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് 8-ാം തീയതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 9, 10, 11, 12, 13, 14 6ാമത്തെ ദിവസം 10,000 രൂപ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്നു. അരവാ. ഒരു കാര്യം വലിക്കണം, ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യിലിരുന്ന, പരാതിക്കാരിയുടെ കയ്യിലിരുന്ന, പേഴ്സിലിരുന്ന, ബാഗിലിരുന്ന പൈസ പിടിച്ചു പറിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ അക്കൗണ്ടിലിരുന്ന പണം അവർ സ്വന്തം ഇഷ്ടപ്രകാരം അയച്ചു കൊടുക്കുകയായിരുന്നു, അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് ഇങ്ങനെ എറേസ് ചെയ്യാതെയാണ് വിട്ടിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളാരും അതിൻ്റെ മുകളിൽ അത്ര വലിയ ഒരു ശ്രദ്ധ, ഒരു കോൺസെൻട്രേറ്റ് ചെയ്യില്ലായിരുന്നു. അവിടെ അത് ബ്ലർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വന്നു. കാരണം ഒക്ടോബർ എന്നത് ബ്ലർ ചെയ്യാത്ത ആള് ഇത് ബ്ലർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ തുടങ്ങി, അല്ലേ? ആ സംശയത്തിന് പുറത്ത് അതിൻ്റെ മേൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കാമുകി, പഴയ രാഹുൽ മാങ്കൂട്ടത്തിലെ കാമുകി തൻ്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് പടച്ചു വിട്ടത് എന്നുള്ളത് മനസ്സിലാവുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ഒരു ബുദ്ധിശൂന്യത എന്ന് പറയാൻ പറ്റില്ല. ലക്ഷ്മി പത്മ കാഞ്ഞ ബുദ്ധിയാ. അവിടെ ലക്ഷ്മി പത്മക്ക് എന്തായിരുന്നു ലക്ഷ്യം? തൻ്റെ കാമുകനെ രക്ഷിക്കണം. പക്ഷേ ലക്ഷ്മി പത്മ കാമുകന്റെ കൂടെയാണ്, അവൾക്കൊപ്പമല്ല എന്നുള്ളത് അന്തം കമ്മി അടിമകൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലക്ഷ്മി പത്മ കുറേ ചോദ്യങ്ങൾ, 5-6 ചോദ്യങ്ങൾ ഹാഷ്മിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി പത്മ സ്വന്തം ചോദിക്കാൻ മറന്ന ഒരു ചോദ്യമുണ്ട്. ഈ 2024 ആദ്യ കൂടിക്കാഴ്ചയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ അത് കഴിഞ്ഞ് എന്തിനു വേണ്ടിയാണ് പണവും സമ്മാനങ്ങളും നൽകി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നൽകിയതെന്തിനാ? പറയുന്നതല്ല, നൽകിയതെന്തിനാ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ലക്ഷ്മി പത്മ മറന്നുപോയി. കാരണം ലക്ഷ്മി പത്മയുടെ ഉദ്ദേശം എന്താ? പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തേക്ക് കൊണ്ടുവരണം, തൻ്റെ കാമുകനെ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്മി പത്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പത്മ ഞാൻ ഇരയോടൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഈ യഥാർത്ഥ അതിജീവിതനൊപ്പം നിന്നുകൊണ്ട് തനിക്ക് ന്യായമെന്ന് തോന്നിയ വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു ലക്ഷ്മി പത്മക്ക്. അതിന് കാഞ്ഞ ബുദ്ധിയെന്ന് ഞാനത് പറയാൻ കാരണം ലക്ഷ്മി പത്മക്കറിയാം, ഇപ്പോൾ പരാതിക്കാരിക്കെതിരെ നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധിക്ഷേപമാകും, കേസാകും. മറിച്ച് പരാതിക്കാരിയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചില തെളിവുകൾ പുറത്തേക്ക് വിട്ടാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുമെന്നുള്ളത് ആർക്കറിയാം? ലക്ഷ്മി പത്മക്കറിയാം. അതാണ് ഇവിടെ ലക്ഷ്മി പത്മ ചെയ്തത്. കാഞ്ഞ ബുദ്ധി തന്നെ കേട്ടോ. നന്ദിയുണ്ടേ.